ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ജൂലൈ മാസഫലം. അത് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്കും ചിങ്ങലഗ്നക്കാർക്കും ജൂലൈ മാസം എങ്ങനെയാകും. അപ്പോൾ ജൂലൈ മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് ആദ്യം ജൂലൈ മാസത്തിലെ ഗ്രഹസ്ഥിതി ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെ നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള സൂര്യൻ, ആ സൂര്യൻ ജൂലൈ 16 മുതൽ 15 വരെ 11 നിൽക്കുകയാണ്. 16 മുതൽ ആ സൂര്യൻ 11 നിന്നും 12 രാശി മാറുന്നു. ചൊവ്വ ജൂലൈ 28 ജന്മരാശിയിൽ നിന്നും 2 രാശി മാറുന്നു. ബുധനാണെങ്കിൽ 12 സ്ഥിതി ചെയ്യുന്നു. ജൂലൈ 18 മുതൽ ആ 12 നിൽക്കുന്ന ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു. ഗുരു 11 സ്ഥിതി തുടരുന്നു. ശുക്രനാണെങ്കിൽ 10 സ്ഥിതി തുടരുന്നു. 26 ആ ശുക്രൻ 11 രാശി മാറുന്നു. ശനി അഷ്ടമത്തിലാണ്. 13 മുതൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. രാഹു 7 കേതു ജന്മരാശിയിലും സ്ഥിതി തുടരുന്നു. ഇതാണ് ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി. അപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ജൂലൈ മാസത്തിലെ പൊതുവായ ആരോഗ്യസ്ഥിതി എങ്ങനെ നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി 11 നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ ആരോഗ്യസ്ഥിതി പൊതുവെ നോർമലാകും. അതുപോലെ 6ാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ നിൽക്കുന്നു. അത് വിപരീത രാജയോഗമാണ്. അതും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആശ്വാസം കണ്ടെത്താൻ സഹായകമാണ്. ഇപ്പം ശനി 7ാം ഭാവാധിപനും കൂടിയാണ്. ആ 7ാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ ജന്മരാശിയിൽ ചൊവ്വയുണ്ട്, ജന്മരാശിയിൽ കേതുവുണ്ട്. ആ കേതുവും ചൊവ്വയുമായിട്ടൊരു യോഗം വരുന്നുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരു ടെൻഷൻ, ഒരു ഭയം, ചിലർക്ക് ഹെഡേക്ക്, ഇവയൊക്കെ മൈഗ്രെയിൻ പോലെയുള്ള ചെറിയ ഇഷ്യൂസിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ കഴിവതും പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ, അതായത് ജന്മരാശ്യാധിപൻ 12 രാശി മാറുന്നു. ആ സമയത്ത് ദൂരയാത്രകളിൽ ഡ്രൈവിങ്ങിലൊക്കെ ശ്രദ്ധ വേണം. ഇപ്പം ചിലർക്ക് എന്തെങ്കിലും ഉറക്കക്കുറവ്, BP റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവരൊക്കെ ഒരു കരുതൽ വേണ്ടുന്ന സമയമാണ് അവസാനത്തെ പകുതി. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രൻ 10 തന്നെ നിൽക്കുന്ന സമയമാണ്. അതായത് മാളവ്യ യോഗാവസ്ഥയിലാണ് ആ ശുക്രൻ. അത് തൊഴിലിടത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും, തൊഴിലിടത്ത് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് വരുന്നത്. അതുപോലെ കർമ്മഭാവാധിപൻ 10 നിൽക്കുന്നു. ഇതൊക്കെ നമുക്ക് തൊഴിലിൽ ഗുണാനുഭവം ഉണ്ടാക്കും. ചിലർക്ക് തൊഴിലിടത്ത് ഉയർച്ച, ഉയർന്ന സ്ഥാനമാനം, ഉയർന്ന ഉത്തരവാദിത്വം, ഉയർന്ന ചുമതലയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നതിന് സാധ്യത കാണിക്കുന്നുണ്ട്. തൊഴിലിടത്ത് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ചില ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ആ തൊഴിലിടത്തൊക്കെ ഒരു സുഖസൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യത കാണുന്നു. അതുപോലെ തന്നെ വരുമാനം കൂടുന്നതിനും സർക്കാർ സഹായം കിട്ടുന്നതിനുമൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. കൂടെ വർക്ക് ചെയ്യുന്നവരുടെ സഹായമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. തൊഴിൽ അന്വേഷകർക്ക് പൊതുവെ മാസത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് വളരെ അനുകൂല സമയമായിരിക്കും. തൊഴിൽ അവസരങ്ങൾ അവർക്കുണ്ടാകും, തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. അതേസമയം 13 മുതൽ ഈ കർമ്മകാരകനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. അത് നമുക്ക് ഈ തൊഴിലെടുത്ത് അല്ലെങ്കിൽ തൊഴിൽ കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറുന്നതിന് ആ വക്രശനി സഹായകമാകും. അതുപോലെ തന്നെ കുജനും ഖേതുവൊക്കെ ജന്മരാശിയിൽ ഉള്ളതുകൊണ്ട് ഒരു ഓവർ തിങ്കിങ്, അമിതമായിട്ടുള്ള ചിന്ത,
അനാവശ്യ ചിന്തകൾ ഇവരുടെ ഭാഗത്തുണ്ടാകാം. അത് കഴിവതും നമ്മൾ ഒഴിവാക്കണം. അവസാനത്തെ പകുതി വർക്കിലൊക്കെ ഒരു ശ്രദ്ധ കൂട്ടിപ്പോണം. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ജന്മരാശ്യാധിപനൊക്കെ 12 വരുന്ന സമയമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വിദേശത്തെ തൊഴിലന്വേഷണം കുറച്ചുകൂടെ ഊർജിതപ്പെടാനും സാധ്യതയുണ്ട്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധൻ 12-ലാണ്. 7ാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിലാണ്. ബിസിനസ്സിൽ അല്പം കെയർ വേണ്ടുന്ന സമയമാണ്. ശുക്രൻ 10 സ്ഥിതി വരുന്നു, ഗുരു 11 സ്ഥിതി വരുന്നു, ശനി അഷ്ടമത്തിൽ വക്രഗതിയിലാകുന്നു. അത് നമുക്ക് ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നാൽ പരിഹരിക്കാൻ അത് സഹായകമാണ്. അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം. ഇപ്പോൾ 7-ലൊക്കെ രാഹു ഉണ്ട്. ഇപ്പോൾ രാഹുവൊക്കെ 7-ൽ നിൽക്കുന്നത് ബിസിനസ് വിപുലമാക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുണ്ടാകും. എങ്കിലും ബിസിനസ് സംബന്ധമായിട്ട് ഒരു കൺഫ്യൂഷൻ, അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ നമുക്ക് വേണം. പ്രത്യേകിച്ച് 7-ൽ രാഹുവുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ആ 7-ലേക്കാണെങ്കിൽ ചൊവ്വയുടെ ദൃഷ്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ കഴിവതും സഡൻ ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ വിവേകപൂർവം ആലോചിച്ച് തീരുമാനമെടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് വിദ്യാർത്ഥികളുടെ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂല സമയമാണ്. ഗുരു, ശുക്രൻ, അതുപോലെ സൂര്യൻ ഇവയൊക്കെ തന്നെ അനുകൂല സ്ഥാനങ്ങളിലാണ്. വിദ്യാകാരകനായിട്ടുള്ള ബുധൻ 12-ലാണ്. ക്രമേണ ആ ബുധൻ 12-ൽ വക്രഗതിയിലാകുന്നുണ്ട്. അപ്പോൾ യോഗകാരകനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ ജന്മരാശിയിലുണ്ട്. അപ്പം പഠനത്തിന് പൊതുവെ അനുകൂല സാഹചര്യമാണ്. ബുധൻ്റെ 12-ലെ സ്ഥിതി വരുന്നു, ബുധൻ 12-ലൊക്കെ സ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട് പഠനത്തിലൊരു ഡൈവേർഷൻ ചിലപ്പോൾ ഉണ്ടാകാം. അവിടെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബുധന് വക്രസ്ഥിതിയും കൂടെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധ കൊടുക്കണം. അതുപോലെ രവിയും ഗുരുവൊക്കെ തന്നെ 5-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളൊരു പുതിയ കോഴ്സിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സാഹചര്യമാണ്. ജന്മരാശ്യാധിപൻ 5-ൽ ദൃഷ്ടി ചെയ്യുന്നു, ഗുരു 5-ാം ഭാവാധിപനായിട്ട് 5-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് അഡ്മിഷനൊക്കെ സാധ്യമാക്കും. അതുപോലെ തന്നെ പരീക്ഷകളിൽ നമുക്ക് മികവ് പുലർത്താനൊക്കെ അത് സഹായകമാണ്. പ്രത്യേകിച്ച് ജ്ഞാനകാരകനും ആത്മകാരകനും 5-ൽ ദൃഷ്ടി ചെയ്യുകയാണ്. അതുപോലെ ഈ 5-ലെ ഗുരുദൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ ബുദ്ധിശക്തിയൊക്കെ മെച്ചപ്പെടുന്നതിനും ഈശ്വര കടാക്ഷമൊക്കെ ഉണ്ടാകുന്നതിനും ഉപാസനാദി വിഷയങ്ങളിൽ മനസ്സ് ഫോക്കസ് ചെയ്യുന്നതിനൊക്കെ അത് സഹായകമാണ്. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ രവിയും ബുധനും ഒക്കെ യോഗം വരുന്നുണ്ട്. 12-ലാണ് വരുന്നത്. അത് പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ ചിലവ് കൂടുന്നതിൻ്റെ സാധ്യത കാണിക്കുന്നുണ്ട്. വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരവസ്ഥയാണ് കാണുന്നത്. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരു 11-ലാണ്. ആദ്യ പകുതിയൊക്കെ സൂര്യനും 11-ലാണ്. അതായത് ജന്മരാശ്യാധിപനും 11-ലാണ്. ശുക്രൻ 10-ൽ ബലവാനാണ്. അവസാനത്തെ വാരം ശുക്രൻ 11-ലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ പൊതുവെ ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. അതേസമയം ധനഭാവാധിപനും 11-ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ 12-ൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ധനവരവ് ഉണ്ടാകുമെങ്കിലും ചെലവ് കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ 16 മുതൽ ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യനും 12-ലാണ് വരുന്നത്. ജന്മരാശ്യാധിപൻ 12 വരിക എന്ന് പറയുമ്പോൾ പൊതുവെ ആ സമയത്ത് ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുവെ നമുക്ക് ധനനേട്ടം ഉണ്ടാകുമെങ്കിലും നമുക്ക് അമിതമായിട്ടുള്ളൊരു സമ്പാദ്യത്തിന് സാധ്യത കാണുന്നില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടാകാം, പഠന ചെലവ് കൂടാം, യാത്രാ ചെലവ് വരാം, ചില സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ചിലവ് വരാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ചിലവ് അവസാനത്തെ പകുതി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ധനവിനിയോഗത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. അനാവശ്യ ചെലവ് ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട്. കാരണം 7-ാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിലാണ്.
ഏഴിലാണെങ്കിൽ രാഹു ഉണ്ട്, ഏഴിലാണെങ്കിൽ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു ജാഗ്രത വേണം. കഴിവതും ഒരാലോചനയൊക്കെ വന്നാലും സഡൻ ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂല സാഹചര്യമാണ്. ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യനും 5-ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവും 11-ൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് ആ 2 ഗ്രഹങ്ങളും 5-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് പൊതുവെ ഗുണം ചെയ്യും. 16 മുതൽ സൂര്യൻ 12-ലേക്ക് രാശി മാറുന്നു. അത് ജന്മരാശിയിൽ ചൊവ്വ സ്ഥിതി വരുന്നു, അതുപോലെ കേതുവും വരുന്നു. അത് പൊതുവെ ഒരു സംതൃപ്തി കുറവിൻ്റെ സൂചന കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ചെറിയ തർക്കങ്ങളൊക്കെ പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ഉണ്ടാകാനും സാധ്യത ഉണ്ട്. ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ പൊതുവെ ശ്രദ്ധ വേണം. കാരണം ദമ്പതിമാർ പരസ്പരം അവർക്കിടയിലെ പരസ്പര വിശ്വാസക്കുറവ്, അതുപോലെ തന്നെ സംശയങ്ങൾ, തർക്കങ്ങൾ, ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. കാരണം 7-ൽ രാഹു, 7-ൽ ചൊവ്വയുടെ ദൃഷ്ടി, 7-ാം ഭാവാധിപൻ അഷ്ടമത്തിൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, തർക്കങ്ങൾ വരാം. അതുകൊണ്ട് ഈ 7-ലെ രാഹുവൊക്കെ വരിക എന്ന് പറയുമ്പോൾ അവിടെ കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ പൊതുവെ ചെറിയ പ്രയാസങ്ങൾ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും 7-ൽ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ 7-ൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വന്നാലും മുതിർന്നവരുടെ ഒരു ഇടപെടൽ വഴി ആ പ്രയാസങ്ങൾ പരിഹരിക്കാനും സാധ്യത കാണുന്നുണ്ട്. ഇനി കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. 4-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജന്മരാശിയിൽ ഉള്ളത് നല്ലതാണ്. ആ 4-ലേക്ക് ആ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ശുക്രനും 4-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുടുംബ സംബന്ധമായ വിഷയങ്ങൾ, ഇപ്പോൾ നമുക്ക് വീട്, വാഹനം, വസ്തുക്കൾ, ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ കുജൻ്റെയും അതുപോലെ ശുക്രൻ്റെയൊക്കെ ആ 4-ലെ ദൃഷ്ടി ഗുണം ചെയ്യും. പൊതുവെ അവരുടെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്ന് പറയാം. സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി, ചൊവ്വ ജന്മരാശിയിൽ കേതുവുമായിട്ടൊക്കെ യോഗം ചെയ്ത് നിൽക്കുന്നതും ചൊവ്വ 4-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നതും ഒക്കെ വരുമ്പോൾ ഒരു നമ്മൾ കുടുംബാംഗങ്ങൾക്കിടയിൽ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ വേണം. നമ്മൾ പ്രകോപനപരമായിട്ടൊക്കെ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാക്കാൻ കഴിയും. ജൂലൈ 12, 13, 16, 17, 25, 26 ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. ഈ ദിവസങ്ങളിൽ ഗുണാനുഭവങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അത് ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കഴിവതും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം ഈ ചിങ്ങക്കുറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ്. അതായത് ഏത് നക്ഷത്രത്തിൽ പിറന്നവരായാലും ചിങ്ങലഗ്നക്കാരാണെങ്കിൽ അവർക്ക് ഈ ഫലത്തിന് സാധ്യതയുണ്ട്. അതേസമയം നമ്മൾ ചിങ്ങക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ ചിങ്ങലഗ്നം വരാറുള്ളൂ. ഇപ്പം ചിങ്ങക്കൂറും ചിങ്ങലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. അതേസമയം ഈ കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ട് വരികയാണെങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ മാത്രമേ അവർക്ക് ജൂലൈ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല, നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തെക്കാൾ കൂടുതൽ കൃത്യത എന്ന് പറയുന്ന ലഗ്നത്തിനുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ കൂറുകാർക്കോ ഈ ലഗ്നക്കാർക്കോ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതിനേക്കാൾ ഗുണാനുഭവം കൂടും. അപ്പോൾ അതൊക്കെ നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.